അന്തർ സംസ്ഥാന വാഹന മോഷണ കേസിലെ 7 പേർ പിടിയിൽ. ഇവരുടെ പക്കൽ നിന്നും 28 ഇരുചക്ര വാഹനങ്ങളും എഞ്ചിൻ ഉൾപ്പെടെ വാഹനങ്ങളുടെ പാർട്സുകളും പിടിച്ചെടുത്തു. മോഷ്ടിച്ച ബൈക്കുകൾ തമിഴ്നാട്ടിലെ തെങ്കാശിയിലെ ആളംകുളം അടുക്കളൈ നഗറിലുള്ള വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്ന ഗോഡൌണിൽ നിന്നും കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലം തട്ടാമല പിനക്കൽ തൊടിയിൽ വീട്ടിൽ അനസ്, കരിക്കോട് സാരഥി നഗറിൽ ഫാത്തിമ മൻസിലിൽ ഷഹാൽ, ഓയൂർ മീയന്ന റഷീദ് മൻസിലിൽ റഷീദ്, കൊല്ലം കുറുവൻ പാലത്തിന് സമീപം ആക്രി വ്യാപാരം നടത്തുന്ന തമിഴ്നാട് തൂത്തുക്കുടി മാവട്ടം സ്വദേശി കുള്ളൻ കുമാർ എന്ന് വിളിക്കുന്ന കുമാർ, ഇരവിപുരം വാളത്തുങ്കൽ വയലിൽ പുത്തൻ വീട്ടിൽ നൌഷാദ്, ഉമേനല്ലൂർ മൈലാപ്പൂർ എസ്റ്റേറ്റിൽ ആദിക്കാട്ട് പുത്തൻ വീട്ടിൽ ആക്രി വ്യാപാരം നടത്തുന്ന സലീം, തമിഴ്നാട് തെങ്കാശി സൗത്ത് മുത്തൂർ നോർത്ത് സ്ട്രീറ്റിൽ കതിരേശൻ എന്നിവരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷണ കേസിലെ പ്രധാന പ്രതികളായ അനസ്, ഷഹാൽ, റഷീദ് എന്നിവരാണ് ജില്ലയുടെ പ്രധാന നഗരങ്ങളിൽ നിന്ന് വാഹനങ്ങൾ മോഷ്ടിച്ച് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടത്തുന്നത്. പ്രതികളുടെ മോഷണ രീതികൾ ഇങ്ങനെ: ആരെങ്കിലും വാഹനങ്ങൾ നിരത്തുകളിൽ വെച്ച് വിവിധ ആവശ്യങ്ങൾക്കായി പോകുന്നതോടെ സംഘാംഗങ്ങൾ വാഹനങ്ങളുടെ സമീപത്ത് നിലയുറപ്പിച്ച ശേഷം സാഹചര്യം ഒത്തുവരുന്നതോടെ വാഹനവുമായി മുങ്ങുകയാണ് ചെയ്യുന്നത്. ഈ വാഹനം കുറെ ദൂരം മാറി ആളൊഴിഞ്ഞ ഭാഗത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലത്ത് വെച്ച ശേഷം ആരെങ്കിലും അന്വേഷിച്ചു വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും. പിന്നീട് അടുത്ത ഏതെങ്കിലും ഒരു ദിവസം വാഹനം അവിടെ നിന്നും കൊണ്ടുപോകുന്നതാണ് പതിവ്. ഇങ്ങനെ മോഷ്ടിക്കുന്ന വാഹനങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ കല്ലറ പോകുന്ന റോഡ് ഭാഗത്ത് ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിലും കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രി റോഡിന് താഴ്വശത്തായുള്ള കായൽ തീരം പോലുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് തമിഴ്നാട് മോഷണ സംഘത്തിന് കൈമാറും. അലൈവീലുകളുള്ള ഇരുചക്ര വാഹനത്തിന് 3500 രൂപയും കമ്പിവീലുള്ള വാഹനത്തിന് 2500 രൂപയും എന്ന കണക്കിലാണ് തമിഴ്നാട് സ്വദേശിക്ക് കൈമാറുന്നത്. ഈ വാഹനങ്ങൾ അവിടെ നിന്നും ലോറിയിൽ തമിഴ്നാട്ടിലെത്തിച്ച് വാഹനങ്ങൾ പൊളിച്ച് പാർട്ടുകൾ വിൽക്കുകയാണ് പതിവ്. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാളുകളായി നിരവധി ഇരുചക്ര വാഹനങ്ങൾ മോഷണം പോയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത കൊല്ലം ഈസ്റ്റ് പോലീസ് CI ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് വാഹനങ്ങൾ മോഷ്ടിക്കുന്നവരെയും മോഷണ വാഹനങ്ങൾ വാങ്ങി പൊളിച്ചു വിൽക്കുന്നവരെയും പിടികൂടാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം കുരീപ്പുഴ സ്വദേശിയുടെ ഇരുചക്ര വാഹനം മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന പ്രധാന പ്രതി തട്ടാമല സ്വദേശി അനസിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. തുടർന്ന് രഹസ്യമായി നീങ്ങിയ CIയുടെ സ്ക്വാഡ് അംഗങ്ങളിൽപ്പെട്ടവരായ ഷെഫീഖ്, അനൂപ് എന്ന പോലീസ് ഉദ്യോഗസ്ഥർ അനസിനെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് മോഷ്ടിക്കപ്പെടുന്ന വാഹനങ്ങൾ തമിഴ്നാട്ടിലേക്ക് കൈമാറുന്ന വിവരം ലഭിക്കുന്നത്. പോലീസ് അനസിന്റെ മൊബൈലിൽ നിന്ന് മോഷണ വാഹനങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന കതിരേശനെ വിളിക്കുകയും ലൊക്കേഷൻ സ്ഥിരീകരിച്ച് അറസ്റ്റ് ചെയ്ത് നടത്തിയ ചോദ്യം ചെയ്തതിലൂടെയാണ് മറ്റ് പ്രതികളിലേക്കും മോഷണം മുതൽ കണ്ടെടുക്കാനുള്ള ഗോഡൌണിലേക്കും എത്തിച്ചേരാൻ പോലീസിന് സാധിച്ചത്. കൊല്ലം സിറ്റി പോലീസിന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വാർത്ത വന്നത്. ഈ അടുത്ത സമയത്തായിട്ട് വാഹനമോഷണം ഉണ്ടെങ്കിലും ഈ അടുത്ത സമയത്തായി കൊല്ലം സിറ്റിയിൽ നിന്ന് വളരെയേറെ വാഹനങ്ങൾ റെയിൽവേ സ്റ്റേഷൻ, KSRTC ഇങ്ങനെയുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഈ വാഹനങ്ങളൊന്നും തന്നെ നമ്മുടെ നിരത്തുകളിലൂടെ പിന്നെ ഓടുന്നത് കാണാനുമില്ല. അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം നമ്മുടെ സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ടു പോകുന്നു എന്നുള്ളൊരു സംശയത്തിലേക്ക് എത്തി. ഇപ്പോൾ അടുത്ത ഒരു 10 ദിവസത്തേക്ക് ഞങ്ങൾ രാത്രിയും പകലുമായിട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വാഹനം മോഷ്ടിക്കുന്നവരെയും മോഷ്ടിച്ച് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകുന്നവരെയും ഇത് വാങ്ങി ഇതിൻ്റെ സ്പെയർ പാർട്സുകളായിട്ട് വിൽക്കുന്നവരെയും ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടുണ്ട്. അങ്ങനെ ആ കണ്ണിയിൽപ്പെട്ട കുറച്ച് പേരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ ഏകദേശം 26 വാഹനങ്ങൾ ഇപ്പോൾ റിക്കവർ ചെയ്തെടുത്തു. ഇനിയും ഇതിൻ്റെ അന്വേഷണം തുടരും. ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ IPS സാറിൻ്റെ നിർദ്ദേശാനുസരണം ഞങ്ങൾ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ടീമുണ്ടാക്കി. ഷെഫീഖ്, അനു, അവരെക്കുറിച്ച് പേര് പറയാൻ കാരണം അവരാണ് ഇതിൽ പ്രധാന പ്രതിയെ പിടിക്കുന്നത്. അതിനെ തുടർന്ന് അവരെ ചോദ്യം ചെയ്ത് നമുക്ക് ഈ സംഘത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഒരു അന്തർ സംസ്ഥാന മോഷണ സംഘം തന്നെ ഇതിലുണ്ട്. മിക്കവാറുമുള്ള വാഹനങ്ങൾ ഇവിടെ നിന്ന് കടന്നു നിസ്സാര പൈസയ്ക്ക് കടത്തിക്കൊണ്ടുപോയി വാങ്ങിപ്പോയി ഇത് തമിഴ്നാട്ടിൽ കൊണ്ടെത്തിച്ച് സ്പെയർ പാർട്സുകളാക്കി മാറ്റി വിൽക്കുന്ന ഇതാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ചെറിയൊരു അന്വേഷണം നടത്തി. അപ്പോൾ ആ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ സ്ഥലത്തു നിന്നുള്ള ധാരാളം വാഹനങ്ങൾ പൊളിച്ചിട്ടിരിക്കുന്നു. ചിലപ്പോൾ അത് വാങ്ങി പൊളിക്കാനുള്ള അനുമതി വാങ്ങിയത് കുറച്ച് കാണും. ബാക്കി ഇങ്ങനെ മോഷണമായി എത്തുന്ന വാഹനമാണ്. മോഷ്ടാവിനൊരു ചെറിയ തുക കൊടുക്കും. ചെറിയ തുകയ്ക്ക്
വാഹനം മോഷ്ടിക്കാനായിട്ട് അവർക്ക് പ്രേരണയാകുന്നത് ഈ വിൽപ്പനക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വിൽപ്പനക്കാരെ കൂടി പിടിക്കണം. എപ്പോഴും മോഷ്ടാക്കളെ മാത്രം പിടിച്ചു കഴിയുമ്പോൾ വീണ്ടും പുതിയ മോഷ്ടാക്കളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ചെറിയ അശ്രദ്ധ പുറത്ത് നമ്മൾ തന്നെ കാണിക്കുന്ന ചെറിയ അശ്രദ്ധ കൊണ്ടാണ് ഈ വാഹനം നഷ്ടപ്പെടാനിട വരുന്നത്. എങ്കിൽ പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും പിന്നെ ഉറക്കമില്ലാത്തത് പോലീസിനാണ്. അപ്പോൾ കണ്ടെത്തി കുറച്ച് പേർക്കെങ്കിലും അവരുടെ നഷ്ടം നികത്തത്തക്ക രീതിയിൽ വാഹനങ്ങൾ കണ്ടെത്തണമെന്നുള്ള ഈസ്റ്റ് പോലീസിൻ്റെ, കൊല്ലം സിറ്റി പോലീസിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വാഹനം കണ്ടെത്താൻ കഴിയുന്നത്. കൊല്ലം ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം കൊല്ലം ഈസ്റ്റ് CI ഹരിലാൽ, SI ദിൽജിത്ത്, CPOമാരായ അനു ആർനാഥ്, ഷെഫീഖ്, സൂരജ്, അനീഷ് M, അജയ് കുമാർ, അനീഷ്, ഷൈജു ബിരാജ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.